ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും GMV ബ്ലോഗിലേക്ക് സ്വാഗതം. കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിന്നർ റെസിപ്പിയാണ്. ഒരു ഹാഫ് ആൻ അവർ മതി റെഡിയാക്കിയെടുക്കാൻ. നമ്മളൊരു ലിക്വിഡ് ഡോയും കൊണ്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുവിധം മീഡിയം സൈസുള്ളൊരു വലിപ്പമുണ്ട്, മീഡിയം സൈസിനേക്കാൾ അല്പം വലിപ്പമുള്ളൊരു പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് മൈക്രോവേവിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് മൈക്രോവേവ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണം, ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പ്, പൊടിയിൽ. അപ്പോൾ നോക്കൂ, 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ആലു ഒന്ന് ശരിയായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തൊലി പൊളിച്ചിട്ടെടുക്കാം. നന്നായിട്ട് കുക്കാവണം കേട്ടോ, നമുക്ക് മാഷ് ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡ് ഡോയിങ് ഉണ്ട്, അപ്പം അതിൻ്റെ ടേസ്റ്റുണ്ട്, ഈസിയാണ്. ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ, കറികളൊന്നും വേണ്ടതാനും. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ ഞാൻ മാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഇത് 100 ml ഗ്ലാസ്സിലാണ്, അപ്പോൾ 200 ml ഗ്ലാസ്സിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആദ്യം. പൊടിയിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ട മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. നമുക്ക് ആ ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കണം തോന്നുമ്പോൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പ വഴിയാണിത്. മഞ്ഞൾപ്പൊടി ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ കുമിച്ചിട്ടിട്ടു. പിന്നെ ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുക്കാം, ഒരു പിടി. പിന്നെ നമുക്ക് ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നമുക്ക് നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒലിവ് ഓയിൽ ചേർത്തതേ ഉള്ളൂ. മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ, കൺസിസ്റ്റൻസി കാണിച്ചു തരാം. നമുക്ക് ആലും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം. കേക്കിൻ്റെ ഒക്കെ ബാറ്റർ പോലത്തെ കൺസിസ്റ്റൻസി വേണ്ടത്. വെള്ളത്തിലത് കുഴച്ചെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു പൊട്ടറ്റോ മാഷ് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഒരുപാട് വലിയ കട്ടകളൊന്നും ഇല്ലാതെ ആക്കിയെടുക്കണം നമുക്ക്. അപ്പം നന്നായിട്ട് പൊട്ടറ്റോ മാഷ് ചെയ്തെടുത്തു. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവിനകത്തേക്ക് ഇതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. എല്ലാം ശരിയായി കഴിഞ്ഞ് ഉപ്പുണ്ടോ എന്നും കൂടെ നോക്കണം കേട്ടോ. പൊട്ടറ്റോയും കൂടി ചേർക്കുമ്പോൾ ചിലപ്പോൾ അല്പം ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ചേർത്ത് തന്നെയാണ് നമ്മളിത് കുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് മാഷ് ചെയ്തെടുക്കണം. നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം നമുക്ക്. എല്ലാം കൂടി ഒന്ന് കൂടി ഒഴിച്ച് വരണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നെയ്യോ ബട്ടറോ ഒന്ന് തടവിയിട്ട്, ബട്ടറിൽ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ ബട്ടറിലാണ് ചെയ്തത്. ബട്ടറും തടവി കൊടുക്കുക. നമുക്ക് ഡോ ഒരുപാട് പരത്തരുത്, ഒരുവിധം കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പൊട്ടറ്റോ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ മറച്ചിടാൻ ഇച്ചിരി പാടായിരിക്കും. സൈഡിൽ കൂടെ ഒന്ന് നെയ്യ് തൂക്കിക്കൊടുത്ത് ഒരു സൈഡ് മുരിഞ്ഞിട്ട് വേണം മറച്ചിടാൻ. അപ്പോൾ പൊട്ടറ്റോ എല്ലായിടത്തും കൂടെ ഒന്ന് യോജിപ്പിച്ച് കിട്ടും കേട്ടോ. ഇത് മീഡിയം ഹീറ്റിൽ വെച്ച് ഒരു സൈഡ് മുരിഞ്ഞിട്ട് വേണം മറ്റേലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. കാണുമ്പോൾ പറയാൻ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഒരു കറിയുടെ ആവശ്യമില്ല. ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് മാത്രം. ഞാനൊന്നും വേറൊരു കറിയൊന്നും ഇല്ലാതെ എണ്ണ ഉപയോഗിച്ച് ഇത് മാത്രം മതി. നമ്മുടെ ഡോ റെഡിയായി. ഞാൻ അല്പം ബട്ടർ തൂത്തു പാനിലേക്ക്. നമുക്ക് ഡോ ഒഴിച്ച് കൊടുക്കാം. പറഞ്ഞാൽ ഒരുപാട് തിന്നായിട്ട് ചുട്ടെടുക്കരുത്, ഒരുവിധം കട്ടിയിൽ വേണം. ഒഴിച്ചു എടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് കുക്കായി സെറ്റായി വന്നിട്ട് വേണം. മറിച്ചിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടെ അല്പം വെണ്ണ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാൻ ഈസി ആയിരിക്കും. പിന്നെ 2 സൈഡും മറിച്ചും തിരിച്ചുവിട്ട് മുരിച്ചിട്ടെടുക്കുക. അതിനകത്ത് അല്പം വെണ്ണയും കൂടെ തൂക്കി കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
ഇത് ചുടുന്നതിൻ്റെ മണം കേട്ടിട്ട് തന്നെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തീർന്നു പോയി. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഞാൻ പെട്ടെന്ന് ചുട്ടു നോക്കൂ. അപ്പം ഒരു സൈഡായി കഴിയുമ്പോൾ 2 സൈഡിലും എണ്ണ തേച്ചിട്ട് മറച്ചും തിരിച്ചിട്ട് ഇട്ടെടുക്കാം. നല്ല കളറാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം നല്ല ടേസ്റ്റുമാണ് പൊട്ടറ്റോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട്. മുരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം മുരിച്ചെടുക്കാൻ 2 സൈഡും. ഏകദേശം ചുട്ട് കയറിയാറായി. മുരിഞ്ഞ് കഴിയുമ്പോൾ വിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം മറിച്ചിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ബട്ടർ പുരട്ടി കൊടുക്കുക. നോക്കൂ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കോളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കറികളുടെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒഴിക്കുക, ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, ഒരുപാട് തിന്നാക്കരുത്. അങ്ങനെ ഒരെണ്ണം തുറന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുമോ, നല്ല സൂപ്പർ സോഫ്റ്റാണ്, ടേസ്റ്റി. എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ആലു പൊറോട്ടയുടെ ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ജിഎം വ്ലോഗ്സ്. ഒരു പുതിയ ഡിഷുമായിട്ട് ഞാൻ തന്നെ വരുന്നതായിരിക്കും. കാണുമ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ബൈ.